ഹലോ ഫ്രണ്ട്സ്, കമ്മൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ആണ്. എല്ലാവരും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഫസ്റ്റ് തന്നെ അതാണ് പറയാനുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് സ്വാതിയാണ്, എൻ്റെ വൈഫിൻ്റെ നാട്ടിലാണുള്ളത്. അപ്പോൾ വൈഫിൻ്റെ അനിയത്തീൻ്റെ മോള് അവൾ പുറത്തൊന്നും അങ്ങനെ എവിടെയാണ് പുറത്തിറങ്ങാൻ കുറേ ഇറങ്ങാത്തത്. അപ്പോൾ നമ്മുടെ എത്തിയ സമയത്ത് വല്യമ്മ പുറത്തേക്ക് ഇറങ്ങാം, ഒന്ന് ഫുഡൊക്കെ ടി വി ഒക്കെ സിനിമ ഒക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിളിച്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓളൊന്ന് സന്തോഷിപ്പിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ നീലേശ്വരത്തേക്ക് വീട്ടിലേക്കാണ് പോകുന്ന പോക്കിലുള്ള കുറച്ച് വ്യൂസാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മടിവെയിലല്ലേ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ട്രെയിൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ കമ്പനി പറഞ്ഞു എനിക്കത് കാണണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് നമ്മളങ്ങനെ നീലേശ്വരത്തി. അപ്പം അവിടുന്ന് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാണ്ട് പറ്റിയിട്ടില്ലേ. പിള്ളേരെല്ലാം കണ്ട സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ കുറച്ച് വിട്ടുപോയി. എന്നുവെച്ചാൽ അവിടെ നമ്മളെന്ന് പറഞ്ഞെടുത്ത് നേരെ കാന്താര സിനിമക്ക് പോകാമെന്ന് വിചാരിച്ച ബാക്കനാറിൽ. അപ്പോൾ ആടെ എത്തപ്പോൾ ലച്ചുട്ടി പറഞ്ഞു, മുത്തേ പേടിയാകുന്ന സിനിമേൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറം പാർക്ക് പോലെ കുട്ടികൾ കളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ലച്ചൂട്ടും കമ്മും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുന്നതിനും. അപ്പോൾ കണ്ണേട്ടൻ എടുത്ത് അത് ഫുള്ളായിട്ട് ഇതാക്കാൻ പറ്റിയിട്ടില്ല. സമയത്ത് ഫുൾ ചളി ആയതുകൊണ്ട് പകലിക്കുന്നതായിട്ട് അവരെല്ലാം പിടിച്ച്. അപ്പം ഞാൻ പിടിച്ച് തെറ്റ് വരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഡ്രസ്സിൽ മണ്ണാവുമ്പോൾ എന്ത് ചെയ്യാ വൃത്തിയാണെന്നുകൊണ്ട് ഞാൻ പിടിച്ചാണ്. അങ്ങനെ പകുതിക്കുന്ന കണ്ണേട്ടൻ രണ്ടാളും പിടിച്ചു, ലച്ചുവിനെയും കമ്മുവിനും രണ്ടാളും പിടിച്ചു കേട്ടെ. എന്നിട്ട് ആടെ വേറെയും കുറച്ച് കളിക്കേണ്ട സാധനങ്ങളുണ്ടായിരുന്നു. അതിനായിട്ട് രണ്ടാളും ഒരുപോലെ ആക്കുന്നുണ്ട്, ഊഞ്ഞാലാട്ടുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു താറാവ് അടക്കത്തൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അടുത്തടുത്തല്ല, അപ്പോൾ വേറെ സ്ഥലത്തേനും ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചുവിനെയും കമ്മുവിനെയും കണ്ടിട്ട് വേറെ സ്ഥലത്ത് ഇരുത്തി ആടുന്ന് കുറച്ച് കളിപ്പിച്ചു. അത് കഴിച്ച് നമ്മെന്ന് പണിയെടുത്ത് ഫുഡ് കഴിച്ചാലോ എന്ന് പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാം. അടുത്ത ചോദ്യം എന്താ വേണ്ടേന്ന് ചോദിച്ചു. അൽഫാം മതി. അങ്ങനെ നമ്മളെന്ന് പറഞ്ഞെടുത്ത് അൽഫാം കഴിക്കാലോ എന്ന് ചോദിച്ചിട്ട് സിനിമക്കാണ് പോകുന്നത് ക്യാൻസലാക്കി. നമ്മളെന്ന് പറഞ്ഞെടുത്ത് എന്നാൽ പിന്നെ അൽഫാം കഴിക്കാലോന്ന് പറഞ്ഞിട്ട് നമ്മളെന്ന് പറഞ്ഞെടുത്ത് അങ്ങോട്ട് കയറി. ഈ ഹോട്ടലിൽ വരുന്നത് വെച്ചാൽ പാക്കനാട്ടാക്കി തൊട്ടടുത്ത് തന്നെ വരുന്നത് ചെറുവത്തൂരാണ്. ചെറുവത്തൂർ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളെ പയ്യന്നൂർ കഴിഞ്ഞ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഇടയ്ക്കാണ് വരുന്നത് ചെറുവത്തൂർ. അതായത് കണ്ണൂരിനും കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ് ചെറുവത്തൂർ വരുന്നത്. ആക്ച്വലി ബോർഡറിലാണ് ചെറുവത്തൂർ വരുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞെടുത്ത് അതെല്ലാം മക്കളെ കളിക്കുന്നതിനും ക്ലാസ്സിനും കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് ഇരുന്നപ്പോൾ അവർ പറഞ്ഞു പുറത്തൊന്നും സപ്ലൈ ഇല്ല, ഉള്ളിലേക്ക് കയറണോ, പിന്നെ പാർസലിന് മാത്രമേ പുറത്ത് സപ്ലൈ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചധികം സമയം പോസ്റ്റായാണ്. അത് സ്വാഭാവികം, കാരണം എല്ലാ റെസ്റ്റോറൻറ്റ് പോയാലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം പോസ്റ്റ് അടിക്കേണ്ടി വരും. അതിപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മോശമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ കുറിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അല്ല, തിരക്കുണ്ടാകുന്ന കാരണമുണ്ട്, കാരണം ഫുഡ് നല്ല ആകുമ്പോൾ തിരക്കുണ്ടാവും, സ്വാഭാവികമായിട്ട് തിരക്കും ഉണ്ടാവും. അപ്പോൾ കണ്ണായിട്ടെന്ന് ഫ്ലിപ്കാർട്ടിലാണല്ലോ നോക്കുന്നുണ്ട്, നമുക്ക് ട്രൈപോഡ് വാങ്ങിക്കാം, അത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കാമെല്ലാം പറയുന്നുണ്ട്. ഏതായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ, അപ്പൊ അങ്ങോട്ട് കുളിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു. അപ്പൊ ലച്ചും കമ്മിങ്ങനെ നോക്കി എന്തേ വരാത്തേ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മൂന് ഭയങ്കര സന്തോഷം, കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം അവർക്ക് ഉണ്ട്. കമ്മു ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യിച്ചു അങ്ങനെ ആക്കി ലച്ചു പറഞ്ഞിട്ട് കമ്മു ലച്ചു കണക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. ഏച്ചിയല്ലേ കാണിച്ചു കൊടുക്കുന്നത്. രണ്ടാളും കൂടിയിട്ട് ഒരു ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കമ്മുവാണ് മൂത്തത്. അവരിങ്ങനെ കളിയെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് എത്തി. ഫുഡ് ഒരു കോട്ട അൽഫാമേനും പറഞ്ഞേ. ഞാൻ പിന്നെ ചിക്കൻ കഴിക്കില്ല, പിന്നെ അപ്പം പൊറോട്ടയോ എന്നിട്ട് പൊറോട്ട വന്നു. ചപ്പാത്തി ചിഞ്ചിനും എൻ്റെ മാളിനും അമ്മമ്മക്കും വേണ്ടി പാർസൽ വാങ്ങിയില്ലേ, അങ്ങനെ പാർസൽ വാങ്ങി. അങ്ങോട്ടേക്ക് പോവാൻ നമ്മൾ ചിഞ്ചിൻ്റെ കാര്യം ലച്ചുവിൻ്റെ കാര്യം പറയേ വേണ്ട. നമ്മളവിടെ എത്തിയ പാടന്നെ ഭയങ്കര ഹാപ്പിനെസ്. എന്താ ചെയ്യണ്ടേ, ഭയങ്കര ചിരിയും കളിയും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന്, കമ്മൂന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരണമെന്ന് തോന്നിയിട്ടേ ഇല്ല.
പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛൻ ഇവിടെ വീട്ടിൽ ഒറ്റക്കായിരുന്നു. അച്ഛൻ വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് സ്വാതിക്ക് തീരെ എന്ത് ചെയ്യുക, അച്ഛനോട് ഒറ്റക്കായതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് തന്നെയായി. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മളെ പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു അച്ഛൻ എന്ന് പറഞ്ഞ പോലെ ഉമ്മർപ്പടിയിൽ ഇങ്ങനെ പോസ്റ്ററിരിക്കുന്നത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.